ഒരുപാട് പേര് ചോദിക്കേണ്ടായി ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും വിജയം നേടണമെങ്കിൽ അല്ലെങ്കിൽ സക്സസ് നേടണമെങ്കിൽ സമ്പദ് സമൃദ്ധി ഐശ്വര്യം നേടണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ്. ഇന്ന് അതിനെക്കുറിച്ച് മനസ്സിലാക്കാം. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അപ്പോൾ ജീവിത ടോട്ടലി സക്സസ് നേടാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രധാനമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ABCD. എന്താണ് ABCD? എ എന്ന് പറയുമ്പോൾ ആറ്റിറ്റ്യൂഡ്, ബി എന്ന് പറയുമ്പോൾ ബിലീഫ്, സി എന്ന് പറയുമ്പോൾ കമ്മിറ്റ്മെൻറ്റ് ആൻഡ് ഡി എന്ന് പറയുമ്പോൾ ഡെഡിക്കേഷൻ. ഈ 4 കാര്യങ്ങളിൽ നമ്മൾ ഫോക്കസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഏത് പ്രതിസന്ധിയിലാണെങ്കിൽ പോലും നമുക്ക് വിജയിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ 4 കാര്യങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് മനസ്സിലാക്കാം. എ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ ആറ്റിറ്റ്യൂഡ്. നിങ്ങൾ ഏതൊരു കാര്യത്തിലും എങ്ങനെയാണ് നിങ്ങൾ ആ ഒരു കാര്യത്തിൽ ബിഹേവ് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്ന രീതി, അതിനൊക്കെ ബേസ് ചെയ്തായിരിക്കും നിങ്ങളുടെ വിജയം ഇരിക്കുന്നത്. അപ്പോൾ ആറ്റിറ്റ്യൂഡ്, ഏതൊരു കാര്യത്തിലും നിങ്ങൾ ഏത് തരത്തിലുള്ള ആറ്റിറ്റ്യൂഡാണ് എടുക്കുന്നത്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണോ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണോ എന്ന് നോക്കിയിട്ടായിരിക്കും നിങ്ങളുടെ ജീവിതത്തെ നിർണ്ണയിക്കുന്നത്. രണ്ടാമത്തെ കാര്യം പറഞ്ഞു ബിലീഫ്, വിശ്വാസത്തെ പറ്റി. നിങ്ങൾ ഏതൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം മനസ്സിൽ കൊണ്ടുകൊണ്ട് ഇൻറ്റൻഷൻ സെറ്റ് ചെയ്തുകൊണ്ടായിരിക്കണം നിങ്ങൾ ആ കാര്യത്തിൽ മുന്നോട്ട് ഇറങ്ങേണ്ടത്. അപ്പോൾ പൂർണ്ണമായി വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് നേടിയെടുക്കാനായിട്ട് പറ്റും. കാരണം നിങ്ങൾ പൗലോ കൊയ്ലോയുടെ ബുക്ക് വായിച്ചിട്ടുണ്ടാവും, ദ ആൽക്കമിസ്റ്റ് എന്ന ബുക്കിൽ. അതിൽ കൃത്യമായിട്ടും പറയുന്നുണ്ട്, നിന്റെ ആഗ്രഹം അതിതീവ്രതയുള്ളതാണെങ്കിൽ പ്രപഞ്ചം വരെ അതിനു വേണ്ടി ഗൂഢാലോചന ചെയ്യുന്നത്. അത് ഏറ്റവും പ്രധാനമായിട്ട് ഉൾക്കൊള്ളിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിലീഫിനെ കുറിച്ചാണ്. വിശ്വാസം എത്രത്തോളം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അത്രമാത്രം നിങ്ങളിലേക്ക് ആ ഒരു കാര്യം എത്തിച്ചേരുമെന്നാണ്. ഒരു എക്സാമ്പിളിലൂടെ പറയുകയാണെങ്കിൽ ബൈബിൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ ഒരു പക്ഷെ വായിച്ചിട്ടുണ്ടാവും. ബൈബിളിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ വിശ്വാസം എന്ന് പറയുന്നൊരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ മലയോട് മാറി നിൽപ്പാൻ പറഞ്ഞാൽ മല മാറി നിൽക്കുമെന്ന് പറയുന്നത്. അപ്പോൾ വീണ്ടും ഞാൻ പറയുന്നു, ഒരു കാര്യത്തോട് എത്രമാത്രം വിശ്വാസമുണ്ടോ അത്രമാത്രം അതിൽ സക്സസ്, വിജയം, മറ്റു കാര്യങ്ങളൊക്കെ നേടാൻ പറ്റും. അപ്പോൾ ആദ്യം ആരോട് വിശ്വസിക്കണം, എങ്ങനെ വിശ്വസിക്കണം? ആദ്യം നിങ്ങളെ തന്നെ വിശ്വസിക്കേണ്ടതുണ്ട്. കാരണം നിങ്ങൾ എത്രമാത്രം ഒരു കാര്യത്തെക്കുറിച്ച് ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ടോ, ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടോ, ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഇറങ്ങി നിൽക്കുന്നുണ്ടോ, അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് എല്ലാം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. ഓക്കെ, സോ ബിലീവ് ഇൻ യുവർസെൽഫ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത്തെ സംഗതിയാണ് നമ്മൾ നോക്കിയത്, സി, കമ്മിറ്റ്മെൻറ്റ്. കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വിജയത്തിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ പ്ലാനിങ്ങും മറ്റു പദ്ധതികളും തയ്യാറാക്കുമ്പോൾ എത്രത്തോളം നിങ്ങൾ അതിൽ കമ്മിറ്റഡ് ആയിട്ടിരിക്കുന്നുണ്ടോ, എത്രത്തോളം നിങ്ങളതൊരു അലിഞ്ഞു ചേർന്നിട്ടുണ്ടോ, അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ വിജയം കിട്ടുന്നത്. പലപ്പോഴും എൻ്റെ സ്റ്റുഡൻസിനോടൊക്കെ ഞാൻ പറയുന്നൊരു കാര്യമാണ്, ഡെയിലി നിങ്ങളുടെ ഗ്രോത്ത്, നിങ്ങളുടെ സക്സസ്സിന് വേണ്ടി, നിങ്ങളുടെ പ്ലാൻസ്, ഡ്രീംസിന് വേണ്ടിയിട്ട് മിനിമം 1 അവർ അല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും ഇരിക്കണമെന്നാണ്. കാര്യം ഈച്ച് ഡേ നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിന് വേണ്ടിയിട്ട് പദ്ധതികൾ ചിലപ്പോൾ റീഷേപ്പ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഒന്നുകൂടെ നന്നായിട്ട് ബിൽഡ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നിങ്ങൾ ഇട്ട പദ്ധതി ചിലപ്പോൾ അതിലെന്തെങ്കിലും ഒരു എറർ സംഭവിച്ചിട്ടുണ്ടാകും. എവറി ഡേ അവിടെ അനലൈസിങ് സംഭവിച്ചാൽ മാത്രമേ നമുക്ക് സക്സസ് നേടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മറ്റു കാര്യത്തിൽ വിജയങ്ങൾ നേടാൻ പറ്റുള്ളൂ. അറിയാം, ഇത്രയും ഫാസ്റ്റായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് നമ്മൾ പിന്നിലായി പോകാൻ വളരെ എളുപ്പമാണ്, സിമ്പിളാണ്. പക്ഷേ കുറച്ച് കയറി വരണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് അത്രത്തോളം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾ എത്രമാത്രം കമ്മിറ്റഡ് ആണോ ഒരു കാര്യത്തിൽ, അത്രമാത്രം നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും. നാലാമത്തെ സംഗതിയാണ് നമ്മൾ ഡി നോക്കിയത്, ഡെഡിക്കേഷൻ. നിങ്ങളുടെ ഒരു സ്വപ്നത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആഗ്രഹത്തിന് വേണ്ടി, നിങ്ങളുടെ ഗോൾസിന് വേണ്ടി, നിങ്ങളുടെ ഡ്രീംസിന് വേണ്ടി എത്രത്തോളം നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്നു, എത്രത്തോളം നിങ്ങളുടെ ആത്മാർത്ഥത കൊടുക്കുന്നു, എത്രത്തോളം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്നേഹം കൊടുക്കുന്നുണ്ടോ, അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ വിജയവും മറ്റു കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ABCD, ഇന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ABCD ഉണ്ടോ എന്ന് എപ്പോഴും ചെക്ക് ചെയ്യുക. ഇല്ല എങ്കിൽ ആ ABCD എങ്ങനെ കൊണ്ടുവരാമെന്ന് നോക്കുക. നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഗോൾസ്, ഡ്രീംസ്, നിങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾക്കൊരു ഹെൽപ്പ് വേണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് പേഴ്സണൽ സെക്ഷൻസ് ബേസ് ചെയ്ത് നിങ്ങളുടെ കരിയർ ഗ്രോത്ത് ആയാലും, നിങ്ങളുടെ സമ്പത്തിൻ്റെ വളർച്ചയ്ക്കാണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള മെഡിറ്റേഷൻ, മെൻ്റലി റിക്കവറിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. യൂട്യൂബ് ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക്
അവിടെയും ഞാൻ ദിവസവും പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. സോ നോക്കുക, ഇപ്പോൾ ഇൻഫോർമേഷനും നോളജിന് കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ കിട്ടുന്ന ഈ ഇൻഫർമേഷൻ നോളജ് എങ്ങനെ ജീവിതത്തിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരണം, അതാണ് മിക്ക ആൾക്കാർക്ക് അറിഞ്ഞുകൂടാത്തത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു ഒരു മെൻറ്റർ വേണമെങ്കിൽ അല്ലെങ്കിൽ ഗൈഡ് വേണമെങ്കിൽ ഉറപ്പായിട്ടും കോൺടാക്ട് ചെയ്യാം. താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് പേഴ്സണൽ സെക്ഷൻസ് വേണമെങ്കിൽ ബുക്കിംഗ് മറ്റു കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ ഇത്രയും നാൾ എന്താണോ പഠിച്ചത്, ഏത് തരത്തിലാണ് പഠിച്ചത്, തികച്ചും എൻ്റെ ഒരു നിഷിനനുസരിച്ചാണോ ഞാൻ പോകുന്നത്, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് പേർപ്പസ് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഞാൻ യാത്ര ചെയ്യുന്നത് നോക്കുക. ഓക്കെ, സോ പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എനിവേ, താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു.